ശരിക്കും നന്നായിട്ട് ഒന്നോടെ ക്ലീൻ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്യണം. ഏറ്റവും വലിയൊരു കാര്യം. 1-2 സാധനങ്ങൾ വരാനുണ്ട്. മമ്മി വരാനുണ്ട്. മമ്മിയുടെ കയ്യിലായിരിക്കും ബാക്കി സാധനം. അത് വലിയൊരു ബാഗാണ്. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനെയുള്ളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പാക്കറ്റ്. ജസ്റ്റ് അത് യൂസ്ഫുൾ ആവുന്ന എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ അവർ ഡിസ്ചാർജ് വിടും, കുഴപ്പമൊന്നുമില്ലെങ്കിൽ. നമുക്ക് നമസ്കാരം, കൈപ്പന്റെ മറ്റൊരു വ്ലോഗിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങള് എന്താ പരിപാടി? ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. ലേറ്റായി, ഓൾറെഡി ലേറ്റാണ്. സാധാരണ എല്ലാരും ഒരു എത്രാമത്തെ വീക്കില് 7 മാസം കഴിയുമ്പോഴത്തേന് പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. ഞങ്ങള് വീട് മാറ്റവും ഒക്കെ ആയത് കാരണം ലേറ്റ് ആയി പോയി. എന്താണേലും കുഞ്ഞുമണി എന്താണ് വരുന്നതിന് മുന്നേ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗാണ്. അപ്പൊ നമ്മളിത് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം. യൂണിക്കോണ് വെക്കാൻ പാടില്ല. അത് കുഞ്ഞുമണിയുടെ പേരും പറഞ്ഞ് ചുക്ക് മേടിച്ചതാണ്. എന്നിട്ട് അടിച്ചു മാറ്റി പെട്ടി പാക്ക് ചെയ്യാണ്. ആദ്യം എന്താണ് വെക്കുന്നത്? ആദ്യം നമുക്ക് കുഞ്ഞുമണിയുടെ ഡ്രസ്സൊക്കെ വെക്കാം. ഓക്കെ. ഓൾറെഡി നമുക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അവര് ഒക്കെ ഓരോരുത്തരൊക്കെ കൊടുത്ത് അവരുടെ മറ്റേ മിഡ് വൈഫിന്റെ അവിടെ നിന്ന് ഒരു ലിസ്റ്റ് ഒക്കെ നമ്മള് ഡ്രസ്സൊക്കെ വാങ്ങി ടവൽസ് എല്ലാം വാങ്ങിയിട്ട് അതെല്ലാം വാഷ് ചെയ്ത് വെച്ചേക്കുക. കാരണം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നല്ലേ, നമുക്കും അറിയത്തില്ല നമ്മുടെ കുഞ്ഞിന്റെ സ്കിൻ എങ്ങനെയാ, എന്തെങ്കിലും അലർജി ആവുന്ന. അതുകൊണ്ട് നമ്മളെ എല്ലാം വാങ്ങി എല്ലാ സാധനങ്ങളും വാഷ് ചെയ്ത് ഒരു പെട്ടിയിൽ മടക്കി ഒതുക്കി വെച്ചേക്കുന്നു. ഇനി അതിൽ നിന്ന് എടുത്തിട്ട് ഇതിട്ട് വെച്ച് അറേഞ്ച് ചെയ്യും. മേടിക്കാൻ പോയപ്പോ മേടിച്ചിട്ട് എന്നിട്ട് വാഷ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരി, അത് ഞങ്ങൾ മേടിച്ചിട്ട് ഒന്ന് വീട് മാറുമല്ലായിരുന്നു. അപ്പൊ ജോബിന്റെ അടുത്ത് പോയി. സത്യം പറഞ്ഞാൽ ജോബിന്റെ നിവ്യയുടെ മമ്മി വന്നിട്ടുണ്ട്. നിവ്യയുടെ മമ്മി എനിക്ക് ഇതെല്ലാം വാഷ് ചെയ്ത് തന്നത്. നമ്മുടെ അമ്മ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒരു അമ്മേനെ കിട്ടി. അമ്മ വാഷ് ചെയ്ത് എല്ലാം ഡ്രയറിലിട്ട് ഉണക്കി ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് പോകുന്നതാ. അപ്പൊ എല്ലാം അതുകൊണ്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെടുത്ത് അറേഞ്ച് ചെയ്യണം. എല്ലാം ഒന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ മതിയാവുമല്ലോ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുള്ളതാണ്. നോർമൽ ആണെങ്കിൽ ഒരു ദിവസത്തെ സ്റ്റേ ആണ്. ഒരു ദിവസം 6 hours to 24 ആണ് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ. ഇൻ കേസ് ദൈവം അനുഗ്രഹിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നോർമൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിലാണ് പിന്നെ CS ആണെങ്കിലാ പിന്നെ ഒരു ദിവസം, അതും 24 hours, ഒരു ദിവസത്തിനുള്ളിൽ അവർ ഡിസ്ചാർജ് വിടും, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ. നമുക്ക് അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അടുത്താണല്ലോ, വന്നിട്ട് എടുത്തിട്ട് പോവാം. മമ്മിയുണ്ട്, സാധനങ്ങൾ ഓൾറെഡി ഇവിടെ അറേഞ്ച്ഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ വന്ന് എടുക്കാം. അത്യാവശ്യത്തിന് വേണ്ടത് പാക്ക് ചെയ്ത് വെക്കാം എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് വെസ്റ്റ് വേണം. 5 pairs of വെസ്റ്റ് എന്ന് അവർ പറഞ്ഞേക്കുന്നേ. കാണിച്ചേ. ഓക്കെ, 5 pairs വേണം. 1 2 നമ്മൾ വാങ്ങിയിട്ടുണ്ട്, കുറച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് തൽക്കാലത്തേക്ക് എടുത്ത് വെക്കാം. പൂക്കളായിക്കോട്ടെ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ വൈറ്റും ഉണ്ടല്ലേ, ബാക്കി ഇവിടെ വരുമ്പോഴേക്കാം. അപ്പൊ 5 വെസ്റ്റ്, സ്ലീപ്പ് സ്യൂട്ട് എത്ര വേണം? അതും 5 സെറ്റ് എന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നേ. സ്ലീപ്പ് ഷൂട്ട് വെച്ചേക്കാം. പാകമാവുമെന്ന് മാത്രമാണ് ഡൗട്ട്. കാരണം അതുകൊണ്ട് നമ്മൾ ഒരുപാട് വാങ്ങിയിട്ടില്ലേ, നമുക്കറിയത്തില്ല ബേബി കുഞ്ഞായിരിക്കുമോ, ബേബിയുടെ വെയിറ്റ് എത്രയായിരിക്കും എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്കുള്ളത് മാത്രം ഒന്ന് ജസ്റ്റ് വാങ്ങി. ന്യൂ ബോണിന്റെ മീൻസ് ടൈനി വണ്ണൊക്കെ മേടിച്ചു. ബാക്കി ഉണ്ടായി കഴിയുമ്പോൾ വെയിറ്റ് അനുസരിച്ച് വാങ്ങാം. കാരണം ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നിവ്യക്ക് ബേബി ഉണ്ടായില്ലേ, അവര് ഓൾറെഡി പറഞ്ഞായിരുന്നു ബേബി ബിഗ് ബേബിയാണ്, 3.7 to 4 kg ഒക്കെ ഉണ്ടാവും പറഞ്ഞു. അപ്പൊ അവര് പോയി ഇതുപോലെ വാങ്ങി. കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 3 കിലോയേ ഉള്ളൂ. മേടിച്ചൊരു സാധനം അവക്ക് പാകാവത്തില്ല. എല്ലാം കുഞ്ഞിതാ, എല്ലാം കുഞ്ഞിതല്ല, അവള് കുഞ്ഞിതാ ഇപ്പോഴും. അതുകൊണ്ട് എല്ലാം രണ്ടാമത് വാങ്ങിയപ്പോ അവര് അതുകൊണ്ട് പറഞ്ഞു അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം വാങ്ങിയിട്ട് ആവശ്യമുള്ളത് തൽക്കാലം അന്നേരം ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനുള്ള മാത്രം വാങ്ങിയിട്ട് പിന്നെയുള്ളത് ബേബിക്ക് വാങ്ങാന്ന് പറഞ്ഞാണ്. നമ്മൾ ഓർത്ത് ശരിയാ, നമുക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ കുഞ്ഞാവ് എന്തോരം ഉണ്ടാവുമെന്ന്. നാട്ടിലൊക്കെ വെയിറ്റ് പറയുന്നതിലൂടെ കറക്റ്റ് ആയിട്ട് വെയിറ്റ് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഒത്തിരി ഒന്നും വാങ്ങിയിട്ടില്ല. ജസ്റ്റ്
3-4 വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത് മാത്രം വാങ്ങി. സ്ലീപ്പ് സ്യൂട്ട് ഉണ്ട്, കളർഫുൾ ആണേ. ചേട്ടനും ഡാഡിയും സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഫുള്ളും കളർഫുള്ളാ. ഞങ്ങള് കളർഫുൾ ആയതുകൊണ്ട് Yes. ഞങ്ങളുടെ ബേബി. Yes, and I really like this one over here. The one that says love. ആണ്ടേ ഇതൊരു ജോഡി ഡ്രസ് ആട്ടോ. ഇത് വൈറ്റ് ആണേ. ഒന്നുകിൽ വീട്ടിൽ പോരുമ്പോ ഇടിയിച്ചിട്ട് പോരാന്, അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ട് ഇതെടുത്ത് ആദ്യം ഹോസ്പിറ്റലിൽ ഇടിയിക്കാമെന്ന് ഓർത്തിട്ടാ. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യം ഇത്ര ഇടിയിക്കേണ്ട കാര്യമില്ല, വെസ്റ്റ് മാത്രമേ ഇടിക്കുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ അതാണ്ട് ഒരു ജോഡി വെസ്റ്റും സ്ലീപ്പ് സ്യൂട്ടും ഒരു തൊപ്പി 2 കുഞ്ഞു മിറ്റനും. അയ്യോ ഒരെണ്ണം ഇവിടെ പോയി. അതാണ്ട് കയ്യിലിടുന്ന മിറ്റനും. അതല്ല അത് മിറ്റനൊക്കെ എത്ര വേണം? അതിനൊന്നും എഴുതിയിട്ടില്ല. അത് 2 അല്ലെങ്കിൽ 3 മിറ്റന്ന്. അത് ഞാൻ സെപ്പറേറ്റ് കവറിലാക്കി മാറ്റി വെക്കും കേട്ടോ. പിന്നെ ക്യാപ്പ്, മിറ്റനും സോക്സ് ഒക്കെ വേണേ. സോക്സ് വേണ്ടായിരിക്കും, കാരണം നമ്മള് ഇത് ഇടിയിക്കുന്ന കാരണം. സ്യൂട്ട് ഇടുന്നുണ്ട്. ക്യാപ്പ് ഒരു 2-3 ക്യാപ്പ് വെക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ മിറ്റുന്നുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ കൂടെ കാണാതെ പോകാതിരിക്കാൻ വേണ്ടി അതെല്ലാം സെപ്പറേറ്റ് ഒരു കവറിലാക്കി വെക്കണം. കഴുകി കൊണ്ടുവന്ന് അങ്ങനെ തന്നെ വെച്ചാൽ ഇതൊക്കെ പാകാവൂന്ന് പോലും അറിയാൻ പാടില്ല. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലുകാര് അവർക്ക് കൊണ്ടുപോയപ്പോ കുഞ്ഞിന് പാകാവില്ലാത്ത കാരണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവര് കൊടുത്തായിരുന്നു ഒരു 3-4 ക്യാപ്പ് ഇതൊക്കെ. തൽക്കാലം ഡ്രസ്സ് അത്രയും ഞാൻ വെക്കുന്നുള്ളൂ. പിന്നെ ടവല്. ബേബിക്കുള്ള പെട്ടി ഇതാണ് നമ്മളിപ്പോ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അമ്മയ്ക്കുള്ളത് വേറെ. ഇതെല്ലാം രണ്ടും ഈ ഒരൊറ്റ ബാഗിൽ വെക്കാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാന്. വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു അപ്പൊ നമുക്ക് എടുത്തോണ്ട് പോകാനൊക്കെ എളുപ്പമാണ് പറഞ്ഞു. അതെന്താ? സെല്ലുലാർ ബ്ലാങ്കറ്റ്. ഓക്കെ, അത് 2 വേണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 വാങ്ങിയുള്ളൂ. വേറെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബ്ലാങ്കറ്റുകളുണ്ട്, അത് മതിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 വാങ്ങണം. നമ്മൾ വീട് മാറലും തിരക്കൊക്കെ ആയി കഴിഞ്ഞ കാരണം അങ്ങ് കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റ് വെച്ചു. പിന്നെ ഇതാണ്ട് ബേബി ബ്ലാങ്കറ്റ് ഉണ്ട്. ബേബി ബ്ലാങ്കറ്റ് 2. ഇപ്പൊ 4 ടവൽ വെച്ചിട്ടുണ്ടല്ലോ. ഒരു സെല്ലുലാർ ബ്ലാങ്കറ്റ് വെച്ചു, 2 ചെറിയ ബേബിയുടെ ടവൽ വെച്ചു. ദാണ്ടെ ഇത് കുഞ്ഞൊരു ബ്ലാങ്കറ്റും വെച്ചേ തൽക്കാലത്തേക്ക്. പിന്നെ എന്തുവാ, ടവൽസ് ക്യാപ്പ് 3 വേണം, മിറ്റൻസ് 3 വേണം, ബൂട്ടീസ് 3 വേണം എന്ന് പറഞ്ഞ നമ്മൾ ഓൾറെഡി കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാമ്പേഴ്സ് വെക്കാൻ പോവുക. നമ്മള് ഇത് മേടിച്ചപ്പോ കുറെ ആൾക്കാർ ഇതിന് പരാതി പറയുന്നുണ്ട്, അതിന് റാഷസ് കൊള്ളത്തില്ലാന്ന് പറഞ്ഞിട്ട്. നമുക്കറിയത്തില്ലായിരുന്നു ഇവിടുത്തെ ഏത് ബെസ്റ്റ് എന്ന്. തൽക്കാലം ഇപ്പൊ ഓൾറെഡി മേടിച്ചില്ല, അതുകൊണ്ട് നമ്മള് അത് കൊണ്ടുപോവുക. നെക്സ്റ്റ് ടൈം മേടിക്കുമ്പോ തൊട്ട് ഇത് നോക്കട്ടെ, നമ്മുടെ കുഞ്ഞിന് എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയത്തില്ലല്ലോ. നോക്കാം. അതുകൊണ്ട് ദാണ്ടെ ബേബി വൈപ്സ്, ഞാന് വാട്ടർ വൈപ്സ് ആണ് വാങ്ങിയേക്കുന്നത്. വാട്ടർ വൈപ്സ് വെച്ചു. പിന്നെ ഒരു മോയിസ്ചറൈസർ ഉണ്ട് ബേബിക്ക്, അവീനോയുടെ. പിന്നെ ഡയപ്പർ ക്രീം, ഡയപ്പർ റാഷ് എങ്ങാനും വന്നു കഴിഞ്ഞാല് അതിനുള്ള ക്രീം. പിന്നെ അവര് ഓൾറെഡി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തുവാ, നമ്മള് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നെങ്കിൽ ഇൻ കേസ് പാലില്ലാതെ പെട്ടെന്ന് വരുമോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒന്ന് കരുതി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ വെച്ചാൽ മതി. എന്താണേലും നമുക്കറിയത്തില്ലല്ലോ ഞാൻ ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെയാ പാലുണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ ആപ്റ്റാമിലിന്റെ ഉണ്ടല്ലോ ഫസ്റ്റ് ഇൻഫന്റ് മിൽക്ക്, അത് ഒരെണ്ണം ഞാനൊരു 2 ബോട്ടിൽ മേടിച്ചു. പക്ഷെ ഇത്ര വലിയ ബോട്ടിൽ വേണ്ടായിരുന്നു, ചെറുത് കണ്ടില്ല. ഇത് 200 ml ബോട്ടിലാ. അപ്പൊ അത് തൽക്കാലം ചെറുത് കിട്ടുവാണെങ്കിൽ ചെറുതാണ് ബെറ്റർ. ചെറുത് 70 to 80 ml ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതാണെങ്കിൽ അത് വാങ്ങാം. ഇത് നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് തന്ന കാരണം വെറുതെ വാങ്ങി എന്ന് മാത്രം. നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ റൂൾ. ഇനിയിപ്പൊ അവർ ഇൻ കേസ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം ഓടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ബോട്ടിൽ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് അന്നേരം വാങ്ങാം എന്ന് വിചാരിക്കുന്നു. തൽക്കാലം അതുകൊണ്ട് അത് 2 വെക്കണം. ബോട്ടിലുണ്ട്, ഒരു കുഞ്ഞു ബോട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് സ്റ്റെറിലൈസ് ചെയ്ത് ഉള്ളിൽ വെക്കണം. പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ വെച്ചു തോന്നുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ബേബിക്ക്. നമുക്ക് അമ്മയ്ക്കുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാം.
ഇതിന്റെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടില്ല കേട്ടോ. റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞില്ല, കുറച്ച് വാങ്ങാനുണ്ട്. അത് നമുക്ക് ഏറ്റവും അവസാനം ശരിക്കും സത്യം പറഞ്ഞാൽ ഡ്രസ്സുകളാട്ടോ റെഡി ആവാത്ത. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മെറ്റേണിറ്റി വെയർ നോക്കി, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് മീൻസ് ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന ഡ്രസ്സ് കുറേ നോക്കി, എനിക്കൊന്നും കിട്ടുന്നില്ലേ. ഒന്ന് ചിലപ്പോൾ ഉള്ളത് എൻ്റെ സൈസ് ആകാവുന്നില്ല അങ്ങനെ. അപ്പം മമ്മി വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. മമ്മി 10 ദിവസം കഴിയുമ്പോൾ വരും. അപ്പം മമ്മി അതിനുള്ള നൈറ്റി മറ്റേ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളതും ഫീഡിങ്ങിന് പറ്റുന്ന ഡ്രസ്സ് അതൊക്കെ മമ്മിയോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഇവിടെ നിന്ന് അത് വാങ്ങാൻ നോക്കിയില്ല. ജസ്റ്റ് ഞാനൊരു കുഞ്ഞൊരു നൈറ്റി പോലെ മാത്രം ഒന്ന് 2 എണ്ണം ഉണ്ട്, ആ 2 എണ്ണം മാത്രമേ വാങ്ങി വെച്ചിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒത്തിരി സ്പെൻഡ് ചെയ്തില്ല. മമ്മി വരുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കോട്ടൻ്റെ കിട്ടുമല്ലോ. അപ്പോൾ മെറ്റേണിറ്റി ക്ലോത്ത്സ് വേണം, അത് ഞാൻ പറഞ്ഞില്ലേ 1 എണ്ണം വെച്ചോളൂ, ബാക്കി മമ്മി വരുമ്പോൾ എടുത്തു വെക്കണം. പിന്നെ സോക്സ് വേണമെന്നും നമുക്കറിയത്തില്ല, എല്ലാവരും ഇങ്ങനെ പറയുന്നു വേണ്ടി വരുമായിരിക്കും എന്ന്. അതുകൊണ്ട് സോക്സ്. ഇത് ജസ്റ്റ് ഒരു ഫേസ് ടവലാണേ, വലിയ ടവല് വേറെ വെക്കണം. അത് ഞാനെടുത്തു. ഒരു കുഞ്ഞ് ബാഗ് പാക്ക് ചെയ്യാം. ഇച്ചുവിൻ്റെ ഒരു ജോഡി ഡ്രസ്സ് വേണമല്ലോ, നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ ഭർത്താവാണല്ലോ വേണ്ടിയത്. അപ്പം അത് കൂടെ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ടവലോ പാക്ക് ചെയ്യാന്ന് വെച്ചു. അതുകൊണ്ട് ഇതിട്ട് വെക്കുന്നില്ല കേട്ടോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലിസ്റ്റ് നോക്കിയാണ് വായിക്കുന്നത്. വീട്ടിലിട്ടുകൊണ്ട് വരാൻ വേണ്ടി ജോഡി ഡ്രസ്സ് വെക്കണം, അത് ഡ്രസ്സ് പിന്നെ വെക്കുന്നുള്ളേ. പിന്നെ ബ്രസ്റ്റ് പാഡ് വേണം. ഞാൻ അതിൻ്റെ കവറിങ് മാറ്റിയിട്ടോ. ബ്രസ്റ്റ് പാഡ് വെച്ചു. ടവൽസ്, പിന്നെ ടോയ്ലറ്ററീസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പൗച്ചിലാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇതിൽ. വാസ്ലിന്, തല കെട്ടാനുള്ളത്, ബ്രഷ്, പേസ്റ്റ്, ആ ബ്രഷിനും പേസ്റ്റിനൊക്കെ വേറൊരു പൗച്ച്, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ടോയ്ലറ്ററീസിൽ ഒരു പൗച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇത് പറയുന്നില്ല. അപ്പം അത് അങ്ങനെ വെച്ചു. ഇല്ല, അതിനകത്ത് ഇച്ചുവിൻ്റെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേറൊരു ബാഗ് പാക്ക് ചെയ്യണമെന്ന്. അപ്പൊ അതിൽ ഇച്ചുവിനുള്ള സാധനങ്ങളും ടവലും ഇച്ചുവിന്റെ ഡ്രസ്സും അത്യാവശ്യം അല്ലാത്ത അല്ലറ ചില്ലറ വസ്തുക്കളൊക്കെ അതിൽ വെക്കാം. അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ ഇതിൽ കിടന്ന് പരതുണ്ടല്ലോ. പിന്നെ സ്ലിപ്പേഴ്സ്, 2 സ്ലിപ്പേഴ്സ് വേണം കേട്ടോ. ഒന്ന് ഡ്രൈയും ഒന്ന് വെറ്റും. അതിന് വേണ്ടി ഇത് ഇതാണ് സ്ലിപ്പർ. മറ്റേ ഒരെണ്ണം എടുത്ത് വെക്കണം. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ നനയും വിടാൻ പാകത്തിന് ഒരു സ്ലിപ്പർ എടുത്ത് വെക്കണം, അത് എടുത്ത് വെക്കണം. പിന്നെ എന്തുവാ, ഞാൻ ജസ്റ്റ് കുറച്ച് ടിഷ്യൂ വെക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനേ, കുഞ്ഞ് നോർമൽ ടിഷ്യൂസ്. അപ്പം ആ ടിഷ്യൂ വെച്ചു. പിന്നെ വേണ്ടത് മെറ്റേണിറ്റി പാഡ് മേടിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ നമുക്ക് യൂസ് ആൻഡ് ത്രോ ആയിട്ട് ഇത് പാഡ് തന്നെ പാൻ്റായിട്ട് കയറ്റിയിടാൻ പറ്റത്തില്ലേ, അങ്ങനെയുള്ളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് ജസ്റ്റ്. അത് യൂസ്ഫുൾ ആവുന്ന എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. അപ്പം നമുക്ക് പാൻറ്റീസ് ഇടണ്ട, അല്ലാതെ ഇതിങ്ങനെ ജസ്റ്റ് പാൻറ് പോലെ വലിച്ചേറ്റിട്ട് അല്ലേ ഡിസ്പോസിബിൾ ഇത് വേണമെന്ന് പറയുന്നത്. ഇത് നെറ്റ്സില്ലേ, നമ്മൾ ഡിസ്പോസിബിൾ അത് മേടിച്ചിട്ടില്ല, ഇത് മേടിച്ചു. എനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം ഇതിന് 12 എണ്ണം ഉണ്ട്, 12 പാൻറ്റ്സ് ഉണ്ട്. തൽക്കാലത്തേക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. യൂസ് ചെയ്തവരെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഇത് അല്ല യൂസ്ഫുൾ ആണെന്ന്. അതുകൊണ്ട് ഞാനിത് മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നിപ്പിൾ ക്രീം മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത്യാവശ്യം പിന്നെ നമുക്ക് വേണ്ട ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങൾ, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. എന്തായാലും മിസ്സായിട്ടില്ല. പിന്നെ ഡ്രസ്സൊക്കെ വെക്കാൻ ഡ്രസ്സൊന്നും വെച്ചിട്ടില്ല, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കുഞ്ഞുമണിക്കാണെങ്കിൽ നമ്മൾ 1-2 സാധനങ്ങൾ ഓർഡർ ചെയ്ത് വരാനുണ്ട്, അത് ഇത്തിരി ലേറ്റാ. അത് വരണം, അത് ഫില്ല് ചെയ്യണം. പിന്നെങ്കിൽ എനിക്ക് മെയിനായിട്ട് എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് റെഡി ഓൾമോസ്റ്റ്. ഇതിനകത്തൊന്നും വെക്കണ്ടല്ലോ. ഇനി അത് എൻ്റെ ഡ്രസ്സുകൾ വെക്കണം. കാര്യം പറയാൻ വിട്ടുപോയി, മറ്റേ ഫീഡിങ് ബ്രാസ്. അപ്പൊ നമ്മുടെ പാൻറ്റീസും ഫീഡിങ് ബ്രാസും ഒക്കെ കൂടി ഇട്ടൊരു ബാഗിൽ അറേഞ്ച് ചെയ്ത് അതും കൂടി ഇതിട്ട് വെക്കാനുണ്ട്. ഫീഡിങ് ബ്രാ വെക്കണം, പിന്നെ പാൻറ്റീസ് അതൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസ് നോക്കി എടുത്ത് വെക്കണം. അങ്ങനെ 1-2 സാധനങ്ങൾ ഇതിൽ മിസ്സിംഗ് ഉണ്ട്, അതെല്ലാം കൂടി ഫില്ല് ചെയ്യും.
ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ്. അത്യാവശ്യം ഒക്കെ വെച്ച ഒരു ബാഗ്. എല്ലാം ആയിട്ടില്ല, എന്നാലും അത്യാവശ്യമൊക്കെ ഉള്ളൊരു ബാഗ്. അപ്പൊ ബാക്കിയുടെ ഒക്കെ വരുമ്പം അതോടൊക്കെ വെച്ച് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. കാണിച്ചു തരാം. 1-2 സാധനങ്ങൾ വരാനുണ്ട്. മമ്മി വരാനുണ്ട്. മമ്മിയുടെ കയ്യിലായിരിക്കും ബാക്കി സാധനം. അത് വലിയൊരു ബാഗാണ്. അത് വലിയൊരു ബാഗ് അല്ല, നമുക്കിപ്പോ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പോകാനുള്ളതുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ അത്യാവശ്യം അതിനുള്ള ഡ്രസ്സൊക്കെ. ലാസ്റ്റ് ഒരു ദിവസം നമ്മള് അഞ്ചുവിനൊരു കൺട്രാക്ഷൻ ഒക്കെ മെയിനായിട്ട് ഞാനൊരു 4 മണിക്കൂർ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ എനിക്ക് ഇത്തിരി നോർമലി ഫോൾസ് പെയിൻ അല്ല, ശരിക്കും നല്ല കൺട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. അന്നേരം അവർ പറഞ്ഞു ഇത്തിരി കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ. ശുങ്കു ഓൾറെഡി 35 വീക്സ് പ്ലസ്സിലുണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉള്ള കാരണം ഇതിനും ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് പേടിച്ചു. അന്ന് വൈകുന്നേരം തന്നെ പോയി അന്ന് ഞങ്ങള് ഷോപ്പ് ചെയ്തു, ബാക്കിയെല്ലാം കാര്യങ്ങൾ കഴിവെല്ലാം വെച്ച് ഇപ്പോഴാണ് പാക്ക് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഓൾറെഡി ഒരു ബാഗിലായിരുന്നു സാധനങ്ങള് സെപ്പറേറ്റ് ചെയ്ത്. തൊട്ടി വാങ്ങി, പിന്നെ വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ, തൊട്ടിൽ വാങ്ങി, പിന്നെ നമ്മള് സ്റ്റോളർ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. അത് വാങ്ങണം. അതിപ്പോ നമ്മളിപ്പോ കുഞ്ഞിനെ നമുക്ക് തന്നു വിടണമെന്നുണ്ടെങ്കിൽ കാർ സീറ്റ് വേണം. അപ്പൊ ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ മമ്മി വരിക, ദൈവം അനുകരിച്ച് അതുവരെയും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. മമ്മി വരുന്ന ഇത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ റൂം ശരിക്കും നന്നായിട്ട് ഒന്നോടെ ക്ലീൻ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്യണം. ഏറ്റവും വലിയൊരു കാര്യം അതാണ്. കുഞ്ഞു വരുന്നതിന് വൃത്തിയാക്കി നമ്മളൊക്കെ നമ്മുടെ ഇപ്പൊ നീറ്റാണ്, എന്നാലും നമുക്ക് ഒരു ഇതുണ്ടല്ലോ, കാർപ്പറ്റൊക്കെ കയറണം, നല്ലോണം വാക്കൊക്കെ എടുത്ത് പിടിച്ച് സാധനങ്ങളെല്ലാം ഒന്ന് ഇത്തിരി ഇതൊക്കെ ഇട്ട് തുടച്ച് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ വണ്ടി കാറ് ഓൾറെഡി ഇതായിരുന്നു, കഴിഞ്ഞ ദിവസം കൊണ്ട് കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. വീണ്ടും ആ സമയത്ത് വീണ്ടും ഒന്നും കൂടെ കാറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴുകണം. അപ്പം നമ്മൾ പെട്ടിയൊക്കെ അടച്ചു സെറ്റാക്കി. ഏകദേശം അവിടെ ഞാൻ എടുത്തോ. സൈനിങ് ഓഫ് Kaippans.